ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് സമീപിക്കുവാൻ ദൈവം തന്നെ വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. അപ്പോൾ കർത്താവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുകയാണ്. കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചു അതിന് പ്രകാരമാണ് നാം തമ്മിൽ സ്നേഹിക്കേണ്ടത്. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ കർത്താവ് നമ്മളെ എത്ര നമ്മുടെ യോഗ്യത നോക്കാതെ, നമ്മുടെ കുറ്റങ്ങൾ നോക്കാതെ, നമ്മളുടെ ഗുണങ്ങൾ നോക്കാതെ, നമ്മളുടെ പഠിത്തമില്ലായ്മയോ വിദ്യാഭ്യാസമോ അതിന് ശ്രേഷ്ഠതയോ പണമോ സാഹചര്യങ്ങളോ നമ്മുടെ നന്മപ്രവൃത്തികളോ നമ്മുടെ തെറ്റുകളോ ഒന്നും കർത്താവ് നോക്കിയില്ല. കർത്താവ് നമ്മളെ നേരിട്ട് സ്നേഹിക്കുകയായിരുന്നു. അത് കണക്ക് തന്നെ നാമും നമ്മളുടെ സഹോദരവർഗത്തിൽ നമ്മളുടെ മറ്റ് ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട മറ്റുള്ളവരെ നമ്മൾ കാണുമ്പോൾ അവരുടെ കുറവുകളെ നോക്കിയിട്ട് നമ്മൾ അവരെ വെറുക്കാൻ പാടില്ല. അത് കണക്ക് തന്നെ അവരുടെ നല്ല ആവശ്യങ്ങൾ കണ്ടിട്ട് നമ്മളുടെ താല്പര്യം കൂടാനും പാടില്ല. നല്ല ആവശ്യം കാണുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്, നമുക്ക് അവരെക്കുറിച്ചൊരു അഭിമാനമുണ്ട്, അതൊക്കെ നല്ലതാണ്. എന്നാലും അവരെ സ്നേഹിക്കുന്നതിൽ, അവരെ കരുതുന്നതിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ, അവരെ കൈത്താങ്ങൽ കൊടുക്കുന്നതിലൊക്കെ അവരുടെ പ്രവൃത്തികൾ തടസ്സമോ അല്ലെങ്കിൽ സഹായകരമാകാൻ പാടില്ല. അവർ ഏത് അവസ്ഥയിലൂടെ പോയാലും ഏത് പ്രവൃത്തി അവർ എങ്ങനെ ജീവിച്ചാലും നമ്മുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ പാടില്ല. നമ്മുടെ പള്ളിയിലുള്ളവർ, നമ്മുടെ സഭയിലുള്ളവർ, നമ്മുടെ കൂട്ടവിശ്വാസികൾ അവരുടെ ജീവിതം നമ്മളെക്കാട്ടിലും അതിന് പ്രാധാന്യം നമ്മൾ കൊടുക്കുവാൻ ഇടയാകണം. അനേക ചാരിറ്റി നടത്തുന്നവർ, അനേക കാര്യം ചെയ്യുന്നവർ അവരുടെ സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവനാണ് അവർ വില കൊടുക്കുന്നത്. അത് കണക്കത്തിന് നമ്മളും നമ്മളുടെ സ്വന്തം താല്പര്യങ്ങൾ, നമ്മളുടെ അഭിവൃദ്ധി ഇതിനേക്കാൾ മറ്റുള്ളവർ, നമ്മുടെ കൂട്ടവിശ്വാസികൾ അനുകരിക്കപ്പെടണം എന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവ് സ്വർഗസിംഹാസനം വെടിഞ്ഞ് മഹിമ വെടിഞ്ഞ് സ്വർഗത്തിൻ്റെ സകല സുഖ സൗകര്യങ്ങളും സകല പദവികളും വെടിഞ്ഞിട്ട് കർത്താവ് താഴ്ന്ന ലോകത്തിലേക്ക് വരുവാൻ ഇടയായി. അത് കണക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും പദവി ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മുറുകെ പിടിക്കുവാനും അത് ആ കസരയിൽ ഇരിക്കുവാനും നമ്മൾ താല്പര്യപ്പെട്ടിട്ട് ഒന്ന് ഇറങ്ങി ചെല്ലുവാൻ, നമ്മളെക്കാട്ടിലും പ്രയാസം അനുഭവിക്കുന്നവരെ ഒന്ന് സഹായിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ സഹായിക്കുന്ന സംഘടനകൾക്ക് ഒരു സംഭാവന കൊടുക്കുവാനൊന്നും നമുക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ പദവി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതാ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് സ്വർഗത്തിലെ ആ വലിയ ഒരു സംഭവങ്ങളെല്ലാം, ആ വലിയ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് താണ ലോകത്തിലേക്ക് നമ്മളെ പോലെ മനുഷ്യനായി, സാധാരണ മനുഷ്യനായ ഒരു തച്ചൻ്റെ മകനായിട്ട് ജീവിച്ച് അനേക രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്തൊക്കെ ദൈവപുത്രൻ എന്ന ശക്തിയോടെ തന്നെത്താൻ വെളിപ്പെടുത്തി. അപ്പോൾ ദൈവം ഞാനാണ്, ഞാൻ ദൈവപുത്രനാണെന്ന് പ്രവൃത്തിയിലൂടെ, അത്ഭുതങ്ങളിലൂടെ, തൻ്റെ വാക്കിലൂടെ, ഉപദേശത്തിലൂടെ, തൻ്റെ ഇടപെടലുകളിലൂടെ ഒക്കെ വെളിപ്പെടുത്തിയിട്ട് ദൈവം പറയുവാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അതിൻ്റെ വേറൊരു വാക്യം പത്രോസിൻ്റെ ലേഖനത്തിൽ കാണുന്നു, തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അപ്പോൾ ദൈവത്തിന് നമ്മളെ സ്നേഹിക്കുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുവാൻ ഇടയായത്? അല്ലെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ നമ്മളെ സ്നേഹം പറഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യൻ വല്ലാതെ അങ്ങ് പ്രയാസത്തിലങ്ങായിപ്പോയി, നമ്മൾ അയ്യോ കഷ്ടം, അങ്ങനെ വരണ്ടായിരുന്നു, ഇന്നെന്താ ചെയ്യാനാണ്, പ്രാർത്ഥിക്കലത് വേറെ പാടുപെടാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമുക്ക് യഥാർത്ഥ സ്നേഹം ഉള്ളപ്പോൾ ആ വ്യക്തികൾ, ആ കുടുംബങ്ങൾ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല സന്തോഷത്തോടെ പോകുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ കഷ്ടം വരുമ്പോൾ അയ്യോ അങ്ങനെ പോയി ഞാൻ പ്രാർത്ഥിക്കാം എന്നല്ല, ഒരു പ്രയാസവും ഇല്ലാതെ പോകുമ്പോൾ, സുഖത്തോടെ പോകുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് സ്നേഹം.
അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ കുറ്റബോധത്തിൽ അയ്യോ എങ്ങനെ ഞാൻ എന്താ ചെയ്യാൻ, എനിക്ക് ഇതിന് മോചനം പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന ആ ദയനീയ അവസ്ഥ കണ്ടിട്ടല്ല ദൈവം മനുഷ്യനെ സ്നേഹിച്ചത്. ആദാം പാപം ചെയ്യുന്നതിന് മുന്നേ, ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ, ലോകസ്ഥാപനത്തിന് മുന്നേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ക്രിസ്തു എന്ന് വചനം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നത് ആദ്യം മുതൽ ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. ലോകാരംഭം മുതൽ, ലോകത്തിൻ്റെ അടിസ്ഥാനം കേടുന്നതിന് മുൻപേ ഒന്നും ഇല്ലാത്ത സമയത്ത് അനാദികാല നിത്യതയിൽ ദൈവം നമ്മളെ സ്നേഹിച്ചു. അപ്പോൾ നാം സ്നേഹിക്കുന്നത് എങ്ങനെയായിരിക്കണം? ദൈവത്തോടുള്ള സ്നേഹം എപ്പോഴും അതിനൊരു അനുസരണമുണ്ട്. അത് കണക്ക് തന്നെ മനുഷ്യനോടുള്ള സ്നേഹത്തിൽ നാം പാലിക്കേണ്ടിയ ചില കാര്യങ്ങളുണ്ട്. അതാണ് സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഒന്നാമത്, നമുക്കൊരാളുടെ സ്നേഹം ഉണ്ട് എന്ന് തെളിയിക്കുന്നത് നാം ആ വ്യക്തിയുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. ആ വ്യക്തി എന്തെങ്കിലും കുറ്റം ചെയ്താൽ നേരിട്ട് അയാളോട് നാം അത് ബോധിപ്പിക്കും. ഇന്ന കാര്യം ചെയ്തത് ശരിയായില്ല എന്ന് ബോധിപ്പിക്കും. അല്ലെങ്കിൽ അണി ചെയ്ത തെറ്റിന് വഴക്ക് പറയുമല്ല, ശാന്തമായിട്ട് സമാധാനത്തോടെ സമയമെടുത്ത് നല്ല വാക്കോടെ നല്ല ഒരു സംഭാഷണ ശൈലിയോടെ ആ വ്യക്തിക്ക് ഹൃദയത്തിൽ ഒരു വലിയൊരു കുറ്റബോധം ഉണ്ടാകാൻ വേണ്ടി, മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി, അനുതാപം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ച് നമ്മുടെ ദേഷ്യപ്പെടാനുള്ള ഒരു സംസാരമല്ല നാം സംസാരിക്കേണ്ടത്. ആ വ്യക്തിക്ക് കാര്യം ബോധ്യമായിട്ട് ആ വ്യക്തി അനുതാപത്തിലേക്ക് വരുവാൻ ആ രീതിയിൽ ആ വ്യക്തിയോട് അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനോട് സംസാരിക്കണം. അതാണ് സ്നേഹം. അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളെ വിധിക്കുകയും, നമ്മൾ കുറ്റം വിധിക്കുകയും, നമ്മളെ ന്യായം വിധിക്കുകയും, നമ്മളൊരു ജഡ്ജായി മാറുകയും അല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോട് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറിക്കുന്നു. എന്നെപ്പോലെ സ്നേഹം പറയുന്നത് എത്ര പാപം ചെയ്തതിനും കുഴപ്പമില്ല എന്നല്ല. അതല്ല അതിൻ്റെ അർത്ഥം. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എത്ര തെറ്റ് ചെയ്താലും നമുക്ക് അയാളോടുള്ള സ്നേഹം, ആ സഹോദരനോടുള്ള സ്നേഹം ഒരിക്കലും കുറയാൻ പാടില്ല. അതാണ് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അത് കണക്കെ തന്നെ ആ പാപങ്ങൾ നമ്മൾ കണ്ണടിച്ചിട്ട് ഇവനൊന്നും ചെയ്തിട്ടില്ല, സാരമില്ലെന്ന് നമ്മൾ തന്നെ പറയുമല്ല. ആ വ്യക്തി നന്നാകാൻ വേണ്ടി നമ്മൾ ഏത് ശ്രമവും നമ്മൾ നടത്തുവാൻ നമ്മൾ തയ്യാറാകും. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. അത് കണക്കെ തന്നെ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അപ്പോൾ സഹോദരപ്രീതി എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പോൾ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കണം. അത് കണക്കെ തന്നെ അതിഥി സൽക്കാരം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ ആ മാന്യതയോടെ വേണം അവരോട് നമ്മൾ പെരുമാറുവാൻ. ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലും സ്നേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും സ്നേഹത്തിൻ്റെ ഒരു മാനേഴ്സും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരാൾ വീട്ടിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം ആ വ്യക്തിയോട് പറയുവാൻ പാടില്ല. ഇനിയാളെക്കുറിച്ച് കേട്ടായിരുന്നോ, അങ്ങനെ ആ ഒരു വീട്ടിൽ വന്ന് നമ്മുടെ കൂട്ടായ്മ ആചരിച്ചത്, നമ്മളുടെ സമയം ചെലവഴിച്ചത് അവർക്കും ദോഷമായി മാറും, നമുക്ക് ദോഷമായി മാറും. നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ സ്നേഹം, അവരോടുള്ള സ്നേഹം മാത്രമല്ല, നമ്മൾ ആരെക്കുറിച്ച് സംസാരിക്കണോ ആ വ്യക്തികളെക്കുറിച്ച് നമ്മൾക്ക് വളരെ സ്നേഹം ഉണ്ടാകുവാൻ ഇടയാകണം. അത് കണക്കെ തന്നെ നാം കാണുന്നു. ആകയാൽ നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് അർത്ഥവത്തായ സ്നേഹമായിരിക്കണം. പ്രവൃത്തിയിലൂടെയുള്ള സ്നേഹമാണ് അർത്ഥവത്തായ സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ട് കാര്യമില്ല, സ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്തോ ചെയ്യണം, വെളിപ്പെടുത്തണം. ആർക്ക്? ലോകത്തിൽ എല്ലാവരും കണ്ടിട്ട് നമുക്ക് അവാർഡ് തരാൻ വേണ്ടിയല്ല. ഒരു അവാർഡും കിട്ടിയില്ലെങ്കിലും ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിലും നമ്മുടെ സ്നേഹം എപ്പോഴും ത്യാഗ മനോഭാവത്തോടെ ഏത് കഷ്ടം വേദന സഹിച്ചാണെങ്കിലും ആ സ്നേഹം വെളിപ്പെടുത്തുവാൻ നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം.
നമ്മൾ ചിലപ്പോൾ അവഗണിക്കപ്പെട്ടേക്കും. ഇന്നയാൾ നമ്മൾ സ്നേഹിച്ച ആൾ, നമ്മൾ കരുതിയ ആൾ തന്നെ നമ്മളെ പിന്നിട്ട് വഞ്ചിക്കുവാനൊക്കെ സാധ്യതയുണ്ട്, നന്ദിക്കേട് കാണിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്ര വലിയ ദാനം ഒക്കെ നമ്മളെ ഒത്തിരി അവർക്ക് വേണ്ടി ചെയ്തിട്ടും അവർ നമ്മളെ വെറുത്തുവല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയാകും. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ സമയത്ത് പ്രയാസപ്പെടുവാൻ പാടില്ല. നാം അവരെ തുടർമാനമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുകയും അവരുടെ സന്തോഷങ്ങളിൽ നമ്മളും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ നാം അവർ തിരിച്ചെന്ത് തരുമെന്ന ചിന്തയല്ല, അവരെ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെയാണ് അവരെ സ്നേഹിക്കേണ്ടത്. അപ്പോൾ ആ സ്നേഹം നമ്മളവരെ സ്നേഹിക്കുമ്പോൾ, നമ്മളവർക്ക് വേണ്ടി കരുതുമ്പോൾ നമുക്ക് അവർ താങ്ക് യു എന്ന് പോലും അവർ പറഞ്ഞ് കാണത്തില്ല. എന്നാലും ആ താങ്ക് യു കേൾക്കാൻ വേണ്ടിയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, അവരെ കരുതേണ്ടത്. അവർക്ക് നമ്മുടെ സ്നേഹം കാണുമ്പോൾ അവർക്കൊരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാകണം, അവർക്ക് അതിനകത്ത് ഒരു സ്വാധീനം ഉണ്ടാകുവാൻ ഇടയാകണം. അത് ഭാവിക്കാലത്ത് എപ്പോഴെങ്കിലും അവരെ ദൈവത്തോടടുക്കുവാൻ അവർക്ക് ഒരു മാനസാന്തരം വരുവാൻ ഇടയാകും. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അവരുടെ കുറ്റങ്ങൾ കാണുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ, അവർ മാനസാന്തരപ്പെടണമെങ്കിൽ ഒരു പ്രാവശ്യം സ്നേഹം കണ്ടിട്ട് കാര്യമില്ല. നമ്മുടെ തുടർമാനമായിട്ടുള്ള സ്നേഹവും പ്രവൃത്തിയും കാണുമ്പോൾ അവർക്ക് മാനസാന്തരം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുവാൻ ഇടയാകും. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തെളിയുന്നത് നമ്മൾ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ബൈബിൾ വായിക്കുന്നത് കൊണ്ടോ ആരാധിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. നാം ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് തെളിയുന്നത്. കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറയാൻ തന്നെ കാണുവാൻ ഒക്കുന്ന സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണുവാൻ കഴിയാത്ത ദൈവത്തെയും അവർ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ പണ്ടത്തെ നമുക്കറിയാം, പരീക്ഷന്മാരുടെ സമയത്ത് അവരെല്ലാം കപ്പടമുള്ളവരായിരുന്നു, അവരുടെ ഭൂരിഭാഗവും കപ്പടമുള്ളവരായിരുന്നു. എന്നാൽ നിക്കോദെമസ് പോലുള്ള പരീക്ഷ പ്രമാണിയൊക്കെ ഭക്തനായിരുന്നു. എന്നാൽ നമ്മൾ ലോകത്തിൽ നമ്മൾ കാണുന്നത് ഒത്തിരി ചടങ്ങുകൾ ഒരത്തെ ആത്മീകം പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു സ്നേഹം ഇല്ലാത്തത് കൊണ്ട് ഉള്ളിൽ ആത്മീകവും ഇല്ലാത്ത അവസ്ഥയാണ്. നമുക്ക് ഉള്ളിൽ നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹമില്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും നമുക്ക് ആത്മീകം ഉണ്ടാകത്തില്ല. അപ്പം ആദ്യം നമ്മൾ ആത്മീയത്തിൽ കുറവാണോ, എനിക്ക് ആത്മീയത്തിൽ വളർച്ച ഉണ്ടോ, ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ആരോടെങ്കിലും പകയോ വിദ്വേഷമോ കയ്പോ ഉണ്ടോ, ആരോടെങ്കിലും സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ, ആരോടെങ്കിലും. എല്ലാവരും കുടുംബത്തിലുള്ളവർ സ്നേഹിക്കുന്നുണ്ട്, സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ സഹോദരവർഗത്തിൽപ്പെട്ട ആരോടെങ്കിലും നമുക്കൊരു പ്രയാസം ഉണ്ടോ, ആരോടെങ്കിലും നമുക്കൊരു ഒരു ശരിയല്ലാത്ത മനോഭാവം ഉണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യുവാൻ നമ്മൾ ഇടയാകണം. അപ്പോൾ ആരോടെങ്കിലും നമ്മൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കണം, നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചിട്ട് അവരോട് സംസാരിച്ചിട്ട് നല്ല ബന്ധത്തിൽ വരുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടവിശ്വാസികളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ആരോടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ നിന്ന് അകറ്റിക്കളയണം. അത് ചിലപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലായിരിക്കും കിടക്കുന്നത്. നമ്മൾക്ക് അറിയത്തില്ലായിരിക്കും ഇന്നവിടെ പ്രയാസം ഉണ്ടെന്നൊക്കെ. നമ്മൾ പിന്നെ അവരെ കാണുമ്പോഴായിരിക്കും നമ്മളൊരു സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അവരുടെ ഇടപെടാൻ ഒരു പ്രയാസമൊക്കെ ഉണ്ടാകുന്നത്. അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെയ്തു, ഞാൻ അങ്ങനല്ല. അവരെ വളരെ വളരെ ഒരു യേശുവിൻ്റെ മനോഭാവമാണ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഏത് കാര്യത്തിലും, അത് ജീവിതത്തിൽ ഏത് വിഷയം എടുത്താലും യേശുവിൻ്റെ മനോഭാവം നമുക്ക് ഉണ്ടാകുവാനിടയാകണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ ആ ഒരു ആരാധന സ്തുതി സ്തോത്രയാഗം അർപ്പിക്കും, ഞാൻ യേശുവിന് അങ്ങനെ
പാട്ട് പാടി പാടി പാടിയല്ല ദൈവത്തോടൊരു സ്നേഹം ദൈവം അളക്കുന്നത്. ദൈവം എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ എന്നളക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് ഇപ്പോൾ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിച്ചിട്ടല്ല ദൈവം അത് അളക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഹൃദയത്തിലൊരു വികാരമുണ്ട്, ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തോടുള്ള ഇഷ്ടമാണ്, എത്ര വലിയ ദൈവമാണ്, എത്ര നല്ല ദൈവമാണ്, അങ്ങനെ ഒരു ബഹുമാനം, അതല്ല ദൈവം നോക്കുന്നത്. ഞാൻ മറ്റുള്ള കൂട്ടുവിശ്വാസികളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതാണ് ദൈവം. ഞാൻ ദൈവത്തോട് സ്നേഹമുണ്ടോ എന്ന് അതിലൂടെയാണ് ദൈവം അളക്കുവാൻ ഇടയാകുന്നത്. അപ്പോൾ അത് കണക്ക് തന്നെ ഷൗലിനോട് പൗലോസ് ആകുന്നതിന് മുന്നേ ആ മത തീവ്രവാദിയായിരുന്ന സമയത്ത് ഷൗലിനോട് പറഞ്ഞു, ഷൗലേ ഷൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ നാം നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ടി കരുതാതിരിക്കുമ്പോൾ, അവർക്ക് സഹായം നൽകാതിരിക്കുമ്പോൾ, അവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ കർത്താവിനോടാണ് അത് നമ്മൾ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. നാം നമ്മുടെ കൂട്ടുവിശ്വാസികളോട് എങ്ങനെ പെരുമാറുന്നു അത് ദൈവം തന്നോട് പെരുമാറിയതുപോലെയാണ് ദൈവം അത് കാണുന്നത്. നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം അത് ദൈവത്തിന് ചെയ്തതുപോലെയാണ് ദൈവം അത് കാണുന്നത്. ദൈവം സർവശക്തനാണ്. ദൈവം ഒരു സിംഹാസനത്തിൽ ഇരുന്നിട്ട് അവിടെ അങ്ങ് വലിയ ആളായി ഇരിക്കുമല്ല. ദൈവം പറയുന്നുണ്ട്, താഴ്മയും മനോവിനയം ഉള്ളവരുടെ കൂടെ വസിക്കുന്നവനാണ് ദൈവമെന്ന് ദൈവം പറയുന്ന നിയമത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? സ്നേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ വലിയ പൊങ്ങച്ചം കാണിച്ചിട്ട് നമ്മൾ സ്നേഹം ഉണ്ടാകത്തില്ല. താഴ്മയും മനോവിനയവും. അപ്പോൾ വിനയമുണ്ടാകണമെങ്കിൽ എന്താ വേണം? ഭക്തി വേണം, ദൈവത്തോട് ഭക്തി വേണം. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് വിനയം ഉണ്ടാകത്തില്ല. എന്നാലും ദൈവമാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്, ദൈവമാണ് എന്നെ ഇത്രത്തോളം സഹായിച്ചത്, എന്നെ വിടുവിച്ചത്, എന്നെ അനുഗ്രഹിച്ചത് ദൈവമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ കഴിവും എടുക്കൊന്നുമല്ല എന്നെ ഗ്രഹിച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു വിനയത്തോടെ നമുക്ക് ജീവിക്കുവാൻ നമുക്കിടയാകും. ആ വിനയമുള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കും, എന്നെപ്പോലെ എനിക്ക് ഇത്ര സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്ര പോലും ഇല്ലാത്ത എത്ര മനുഷ്യ ലോകത്തിലുണ്ട്. പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ, പല വേദനകൾ അനുഭവിക്കുന്ന എത്രയോ പേര് ഈ ലോകത്തിലുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനെങ്കിലും എനിക്ക് കഴിഞ്ഞെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു മനോഭാവം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകുവാൻ ഇടയാകണം. നമ്മളെപ്പോലെ അല്ല എല്ലാവരും. നമ്മളെക്കാട്ടിൽ ദുഃഖമുള്ളവരുണ്ട്, നമ്മളെക്കാട്ടിൽ കുറച്ച് ദുഃഖമുള്ളവരുമുണ്ട്, നമ്മളെക്കാട്ടിൽ സാമ്പത്തിക പ്രശ്നമുള്ളവരുണ്ട്, നമ്മളെക്കാട്ടിൽ കുറഞ്ഞ സാമ്പത്തിക പ്രശ്നമുള്ളവരും ഉണ്ട്. എല്ലാവരും ലോകത്തിലുണ്ട്. എന്നാലും ദൈവം സ്നേഹിക്കുന്നത് എന്തിനാണ് നമ്മൾ സ്നേഹിച്ചത്? നമ്മളെ സ്വീകരിക്കാൻ മാത്രമാണോ? നമ്മളുടെ ഒരു കാലി ഗ്ലാസിനകത്ത് വെള്ളം നിറയ്ക്കുന്നത് പോലെ നമ്മളുടെ ആ ജീവിത ശൂന്യങ്ങളിൽ ദൈവസ്നേഹം നിറയപ്പെടാൻ വേണ്ടി മാത്രമാണോ? അല്ല. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയാക്കണം. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഭൂരിഭാഗവും വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം ആണെങ്കിലും നമുക്കറിയാം, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് കർത്താവ് പറയുവാൻ ഇടയായി. എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ആരായാലും നമ്മളവർ സ്നേഹിക്കുവാൻ, ആരെയും നമ്മൾ ചെറുതായി കാണാനോ അവർ അങ്ങനെയുള്ളവരാണ്, അവർക്ക് തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞെടുക്കാനല്ല. നമ്മുടെ സ്നേഹം അവർക്ക് പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം. വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ഒരാൾ നമ്മുടെ സഹായത്തിന് വരുമ്പോൾ നിൻ്റെ ജീവിതം എങ്ങനെ നീ എന്തോ എന്നൊക്കെ ചെയ്ത് നല്ലവണ്ണം ജീവിക്കുന്ന ആളാണോ, ഞാൻ നോക്കട്ടെ, അതിൻ്റെ തെളിവ് നീ ഇതൊക്കെ ചെയ്ത തെളിവ് ഞാൻ പിന്നെ നീ ഇങ്ങനെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് ഞാൻ നിനക്ക് സഹായം നൽകാം എന്നല്ല. നമ്മളെ കബളിപ്പിക്കുന്നവരുണ്ട്, അത് ശരിയാണ്. ഒരു പ്രയാസം ഇല്ലെങ്കിലും ഇന്ന രോഗമുണ്ട്, അതാണ് ഇത് പറഞ്ഞ് കബളിപ്പിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇന്ന സാഹചര്യം എനിക്കുണ്ട്, എനിക്ക് ഇച്ചിരി പൈസ വേണം,
ജപ്തി കൊണ്ടിരിക്കുകയാണ് ബാങ്കിൻ്റെ, ചില സഹായം വേണം എന്നൊക്കെ അറിയാത്ത മനുഷ്യരാണെങ്കിൽ ചിലപ്പം അവർ പറയുന്നത് നേരാണോ അതോ യാഥാർത്ഥ്യം ഇല്ലാത്തതാണോ എന്ന് പറയുവാൻ പാടില്ല. എന്നാലും നമുക്ക് ഒരു ബോധ്യമുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ പറയുന്നത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ആവശ്യമനുസരിച്ച് ആ മനുഷ്യനെ സഹായിക്കുവാൻ നമുക്ക് ഇടയാകണം. അപ്പോൾ സ്നേഹം ഒരിക്കലും അത് സ്നേഹം നിർവ്യാജ്യമായിരിക്കണം. സ്നേഹം ഒരിക്കലും കുറയുവാൻ പാടില്ല. സാഹചര്യം നോക്കി, പ്രവൃത്തി നോക്കി, ഇടപാടുകൾ നോക്കി, അവരുടെ യോഗ്യതകൾ നോക്കി ഈ സ്നേഹം കുറയുവാനോ കൂടുവാനോ ഒന്നും പാടില്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ നരകത്തിന് യോഗ്യരായിരുന്നു. ആരായാലും ആദാം മുതൽ ജനിച്ച ഇങ്ങോട്ട് എല്ലാവരും നരകത്തിന് യോഗ്യരാണ്. ക്രിസ്തു എല്ലാ മാനവരാശിക്ക് വേണ്ടി ഒരിക്കലായിട്ട് യാഗമായത് കൊണ്ടാണ് നാം ഇത്ര അനുഗ്രഹം നമ്മൾ പ്രാപിക്കുവാൻ ഇടയായത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ പാപങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കാണുമ്പോൾ അവരെ പകയ്ക്കുകയല്ല, അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി കരുതുവാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ നമ്മളെ ചെയ്യുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ സ്നേഹം ഉള്ളിൽ വെക്കുകയല്ല, ദൈവമേ അവരെ രക്ഷിച്ചേക്കണേ, ദൈവമേ അവർക്കൊരു മാനസാന്തരം കൊടുത്തേക്കണേ, പിന്നെ അങ്ങ് എല്ലാം മറന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനല്ല. നമ്മളിലൂടെ ചെയ്യുവാൻ സാധിക്കുന്നത്, നമ്മളിലൂടെ നമ്മൾ ചെയ്യുവാൻ നമുക്ക് ഒക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണം. അതാണ് നമ്മളുടെ തുടർമാനമായിട്ടുള്ള നമ്മളുടെ സമീപനങ്ങൾ, സ്നേഹത്തോടുള്ള സമീപനങ്ങൾ കണ്ടിട്ട് ദൈവത്തെ അറിയുവാൻ ഇടയാകണം. ദൈവസ്നേഹം നമ്മളിലൂടെ കാണുവാൻ ഇടയാകണം. അതവർക്ക് മാനസാന്തരം കൊടുക്കും. അത് കണക്കത്തിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിലുള്ളവർ ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളവരെ ക്രിസ്തുവിനോട് തിരിച്ചവർ വരുവാൻ, അല്ലെങ്കിൽ അവർ യഥാസ്ഥാനപ്പെടുവാൻ, അവരുടെ കുറ്റം മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് പരത്തുകയല്ല വേണ്ടിയത്. നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ആർദ്രതയുടെ ഭാഷയിലൊക്കെ നമ്മളവരെ ബോധ്യപ്പെടുത്തണം. ആ സ്നേഹം മനസ്സിലാക്കിയിട്ട് ആ സ്നേഹം രുചിച്ചറിഞ്ഞിട്ട് ദൈവത്തോട് അവർ അടുക്കുവാൻ ഇടയാകണം. അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം കണ്ടിട്ട് നമ്മളെ പുകഴ്ത്തുകയല്ല, ദൈവത്തെ അവർ നമ്മളിലൂടെ കാണുവാൻ ഇടയാകണം. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഇടയായി. അപ്പോൾ നമ്മൾ പറയണം, എന്നെ കണ്ടവൻ യേശുക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു പ്രാഗൽഭ്യം നമുക്ക് ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? യേശു കാണിച്ച മാതൃക, അതാണ് സ്നേഹം. സ്നേഹം എന്നതാണ് യേശുവിൻ്റെ മാതൃക, വേറൊന്നുമല്ല. വലിയ മരിച്ചവരെ ഉയർപ്പിച്ചതോ, വെള്ളത്തിന്മേൽ നടന്നതോ, വെള്ളം വീഞ്ഞാക്കിയതോ, കാറ്റും കോളും ശാന്തമാക്കിയതോ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതോ ഒന്നുമല്ല. യേശുവിൻ്റെ മാതൃക എന്ന് പറയുമ്പോൾ സ്നേഹമാണ്. സ്നേഹത്തിലൂടെയാണ് അദ്ദേഹം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത്, പാപികളെ വിടുവിച്ചത്, ഭൂതഗ്രസ്തരെ വിടുവിച്ചതൊക്കെ സ്നേഹത്തിലൂടെയാണ്. സ്നേഹമാണ് അതിൻ്റെ മെയിൻ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്, യേശുവിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമ്മളെപ്പോഴും നമ്മളത് മനസ്സിൽ ധ്യാനിക്കണം. അത് നമുക്കൊരു ബലം തരും. ഇത്രമാത്രം ദൈവം എന്നെ സ്നേഹിച്ചുള്ളൂ, എനിക്കും എൻ്റെ സഹോദരവർഗത്തെ സ്നേഹിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന ആ ചിന്ത നമ്മളെപ്പോഴും നമ്മളെ ഭരിക്കുവാൻ ഇടയാകും. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദൈവത്തിന് എനിക്ക് സ്നേഹമില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടൊക്കെ പ്രയാസമുണ്ട്, ദൈവൻ്റെ കൂടെയില്ല എന്ന ചിന്ത പിശാച് കൊണ്ടിടുമ്പോൾ നാം ക്രിസ്തു നമ്മുടെ ഇത്രത്തോളം നടത്തിയത്, നമ്മളെ നിലനിർത്തിയത്, നമ്മൾ വായു ശ്വസിക്കുന്നത്, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നതൊക്കെ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹം മൂലമാണ്. സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നതൊക്കെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് നമ്മൾ യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ആരെയും നമുക്ക് സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും. ആരെയും നമ്മൾ പകിക്കുവാനോ വെറുക്കുവാനോ നമുക്കൊണ്ട് പറ്റത്തില്ല. ആ സ്നേഹം നമ്മളിൽ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. അത് കണക്ക് തന്നെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ച് തൻ്റെ
പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം എന്ന് നമ്മളെ വചനത്തിൽ നമ്മൾ വായിക്കുവാൻ കഴിയും. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? സ്നേഹം വേണമെങ്കിൽ നമുക്കറിയാം, ഒന്നിലധികം വ്യക്തികളുണ്ടായിരിക്കണം. ഒരു വ്യക്തി മാത്രമാണെങ്കിൽ സ്നേഹം പറ്റത്തില്ല. ഒരാളെങ്കിലും മറ്റൊരാളുണ്ടായിരിക്കണം. സ്നേഹം പങ്കിടാൻ, സ്നേഹം സ്വീകരിക്കാൻ, സ്നേഹം നൽകാൻ ഒക്കെ വേറൊരു വ്യക്തിയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു സൃഷ്ടിയുമില്ല, ഒന്നുമില്ലായ്മ സമയത്ത് അനാദികാല നിത്യതയിൽ ദൈവം മാത്രം, ത്രിയേക ദൈവം മാത്രമുള്ളപ്പോൾ ദൈവം മുൻകൂട്ടി കണ്ടു ഇങ്ങനെ സൃഷ്ടി ഉണ്ടാകുമ്പോൾ, മനുഷ്യജാതി ഉണ്ടാകുമ്പോൾ ആ മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാൻ ഇടയാകണം. പ്രധാനമായിട്ടും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് അവിടുത്തെ കർത്തൃത്വം സ്വീകരിക്കുന്നവർക്ക് തമ്മിൽ സ്നേഹം ഉണ്ടാകുവാൻ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവം അത് മനസ്സിൽ കണ്ട് അങ്ങനെ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ സകലവും ഭംഗിയായി ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്നേഹം എന്ന് പറയുമ്പോൾ സഭ ഇങ്ങനെ ഉടലെടുത്തിട്ട് ഉണ്ടായതല്ല. ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവം സ്നേഹം തന്നെ എപ്പോഴാണ് അനാദികാല നിത്യത മുഴുവൻ സ്നേഹിക്കുവാൻ ഒരു വ്യക്തിയും ഇല്ലാതിരുന്ന സമയത്ത് അനാദികാല നിത്യത മുതൽ ദൈവം സ്നേഹം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ വരുമ്പോൾ, നമ്മുടെ ദൈവത്തിന് മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ സ്നേഹമാണ് നമ്മളിൽ നിറഞ്ഞു തുളുമ്പേണ്ടിയത്. അല്ലെങ്കിൽ നല്ല പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്, ദൈവസ്നേഹത്തെക്കുറിച്ച് പാട്ടുകൾ പാടി വീഡിയോ റിലീസ് ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ തന്നെ ഏൽപ്പിക്കുമ്പോൾ അതല്ല, നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റും. നമുക്കൊരു കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, സഭയിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ശുശ്രൂഷയിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ആത്മികത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലി സ്ഥല ഉത്തരവാദിത്തങ്ങളുണ്ട്, ഔദ്യോഗിക മേഖലയിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ, നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ അടുത്തുള്ള ആൾക്കാരുടെ എല്ലാവർക്കും നമുക്ക് എന്തുകൊണ്ട് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തം വെളിപ്പെടുന്നത് ദൈവത്തോടെ ബന്ധത്തിലാണെങ്കിൽ അനുസരണത്തിലൂടെ, വിശ്വസ്തതയിലൂടെ, ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്നതിലൂടെയാണ് ഉത്തരവാദിത്തം നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മനുഷ്യരോടുള്ള ഉത്തരവാദിത്തം ഓരോരുത്തർക്കും അവരവരുടെ പദവിയും സ്ഥാനമാനങ്ങളും അവരുടെ യോഗ്യത അനുസരിച്ചാണ് അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്. വലിയ നേതാക്കന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരെ അനുസരിക്കാനും അവരോട് കീഴ്പ്പെട്ടിരിക്കാനും അവരെ ബഹുമാനിക്കുവാനും അവരെ അനുസരിക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തമുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, അനുസരിക്കുവാൻ, അവർക്ക് വേണ്ടി കരുതുവാനൊക്കെയുള്ള ഉത്തരവാദിത്തം മക്കൾക്കുമുണ്ട്. മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ, നല്ല ഒരു ഭാവി അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുവാനൊക്കെ മാതാപിതാക്കൾക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നോക്കി അവരെ ഉത്തരവാദിത്തം അവർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ ആരെ സഹോദരങ്ങളായാലും അയൽവക്കക്കാരായാലും കുറ്റവിശ്വാസികളായാലും പാസ്റ്ററും വിശ്വാസിയായാലും പാസ്റ്റർമാർ തമ്മിലായാലും ആരായാലും എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ദൈവം തൻ്റെ ഉത്തരവാദിത്തം ക്രൂശിൽ നിറവേറ്റി. ഇപ്പോഴും ദൈവം ഞാൻ എൻ്റെ പുത്രനെ അയച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ എല്ലാം നിൻ്റെ മേലാണല്ല. ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പാപികളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു നിന്നെ വിളിക്കുന്നു എന്ന പാട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ യേശു നമ്മളെ പാപികളെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുക്കൽ വാ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിളി കേട്ടിട്ട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ദൈവമേ സ്തോത്രം ഞാൻ സ്വീകരിക്കുന്നതിന് പറയുക മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് പ്രകാരം നമ്മൾ തന്നെ ഏൽപ്പിക്കുമ്പോൾ, അതിന് പ്രകാരം നമ്മൾ തന്നെ ദൈവത്തോട് നമ്മൾ കീഴ്പ്പെടുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റണമെന്ന ആ സമയങ്ങളിൽ നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ ഒരു സമയത്ത് തീരുമാനം എടുക്കുകയല്ല, ആ അവസരമുണ്ടാകുമ്പോൾ, ആ സമയം വരുമ്പോൾ, ആ സാഹചര്യം വരുമ്പോൾ, ആ പ്രവൃത്തി ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായി വരുമ്പോൾ ആ തക്ക സമയത്ത് ആ പ്രവൃത്തി ചെയ്ത് നമ്മൾക്ക് അവരോടുള്ള സ്നേഹം നമ്മൾ വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ
പ്രകടമാക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തോടുള്ള അനുസരണം ഏത് സാഹചര്യത്തിലും നമ്മൾ അനുസരിക്കണം. ആ അവസരമുണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടില്ല ഇന്നത് ചെയ്യണമെന്ന്. അത് കണക്കെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിലും നമ്മൾ ആ അവസരം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ കാണിക്കുക. പ്രവൃത്തിയിലൂടെ ആ ഒരു അവസരം ഉണ്ടാകുമ്പോൾ, ആ സാഹചര്യം ഉണ്ടായി വരുമ്പോൾ പ്രവൃത്തിയിലൂടെ നമ്മൾ അവരെ അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി കരുതിയിട്ട് നമ്മൾ പ്രവൃത്തിയിലൂടെ നമ്മൾ വെളിപ്പെടുത്തുവാൻ ഇടയാകണം. അവസരം ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് തീരുമാനമല്ല, എപ്പോഴും റെഡിയായിരിക്കണം. ഏതവസ്ഥയിലും നമ്മൾ സ്നേഹം നമ്മൾ പ്രകടമാക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ചിലപ്പോൾ വാക്കിലൂടെ പറഞ്ഞില്ലെങ്കിലും പ്രവൃത്തിയിലൂടെ നമ്മളത് വെളിപ്പെടുത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോൾ ഈ ചിന്തകൾ നിങ്ങളെ അനുഗ്രഹത്തോടെ നിലനിർത്തട്ടെ. നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് സത്യമാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞവരാണ്. എന്നാലും നിങ്ങൾ ചിലപ്പോൾ ആ സ്നേഹം കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് ചിലപ്പോൾ ചില ഒരു തടസ്സങ്ങളൊക്കെ കാണുമായിരിക്കും, ചില ബുദ്ധിമുട്ട്, ചില മനസ്സ് പ്രയാസങ്ങളൊക്കെ കാണുമായിരിക്കും. നിങ്ങൾക്ക് സ്നേഹം പ്രദർശിപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. എന്നാലും നിങ്ങൾ യഥാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ കുറ്റങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ആ സ്നേഹത്തിൽ കുറയത്തില്ല. നമുക്ക് ഒരാളുടെ സ്നേഹമുണ്ടോ എന്ന് അറിയുന്നത് ആ വ്യക്തി ഒരു പാപം ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടുവാനോ കോപിക്കുവാനോ വഴക്ക് പറയുവാനോ നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, നീ അതാണ് ഇതാണ് പറയാനല്ല. നാം ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവം നമ്മളെ സ്വീകരിച്ചത് നമ്മുടെ നന്മ കണ്ടിട്ടല്ല. നമ്മൾ എങ്ങനെ ആയിരുന്നോ അങ്ങനെ ദൈവം ക്രിസ്തുവിൽ നമ്മളെ അംഗീകരിച്ചു, ക്രിസ്തുവിൽ നമ്മളെ സ്വീകരിച്ചു, നമ്മളെ മകളാക്കി തീർത്തു. അല്ലെങ്കിൽ നീ ഒരു 10 വർഷം വിശുദ്ധ ജീവിതം ജീവിക്കാം, ഞാൻ പിന്നെ നിന്നെ സ്വീകരിക്കാം എന്നല്ല. അത് കണക്കത്തിന് മറ്റുള്ളവരും നിങ്ങളെ നല്ലവണ്ണം കാണിക്കേണ്ട മുമ്പേ നിങ്ങൾ ഇത്ര നല്ലവരാണ്, പിന്നെ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കാം എന്നല്ല. അവരെ ഉള്ള അവസ്ഥയിൽ തന്നെ അവരെ അംഗീകരിക്കുവാൻ, അവരെ സ്വീകരിക്കുവാൻ, അവരോട് ക്ഷമിക്കുവാനൊക്കെ നമുക്ക് ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ചിന്തകൾ നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. നിങ്ങൾ അനേകരെ സ്നേഹിക്കുന്നുവെന്ന് മറ്റുള്ളവർ കണ്ട് നിങ്ങൾക്ക് അവാർഡ് തരാൻ വേണ്ടിയല്ല. എന്നാലും നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ, അവർക്ക് പശ്ചാത്താപം ഉണ്ടാകുവാൻ, അവരും ദൈവസ്നേഹത്തിൽ ആകർഷിക്കപ്പെടുവാൻ ഒക്കെ ഇടയാകണം. അത് കണക്കെ തന്നെ നമ്മുടെ കൂട്ടവിശ്വാസികളാണെങ്കിൽ അവരും നമ്മളെ കണ്ടിട്ട് ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ, ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ അവർ കൂടുതൽ വർദ്ധിച്ചു വരുവാൻ നമ്മളിൽ നിന്നും അവർ പഠിക്കുവാൻ ഇടയാകണം. അപ്പോൾ അവർ നമ്മളിൽ നിന്നും പഠിക്കുമ്പോൾ അവരങ്ങനെ ജീവിത രൂപാന്തരവും ആത്മീക വളർച്ചയും ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹം വർദ്ധിക്കുവാനൊക്കെ അവർക്കും ഇടയാകണം. അപ്പോൾ ഈ ചിന്തകൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഈ വചനം തന്നെ ദൈവത്തിന് പൂർണ്ണമഹത്വം, സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ. ആമേൻ. സ്തോത്രം.